ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ. ഈ സീസണിലെ IPL നിന്ന് ഒഫീഷ്യലി എലിമിനേറ്റ് ആവുന്ന ആദ്യ ടീമായി മാറിയിരിക്കുന്നു ചെന്നൈ സൂപ്പർ കിങ്സ്. ഇന്നലെ ചെപ്പോക്കിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റുകൾക്കാണ് പഞ്ചാബ് കിങ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയത്. നമ്മൾ CSKയുടെ ടീം അനാലിസിസ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവരുടെ ടീം കോമ്പിനേഷൻ വെച്ചിട്ട് ചെപ്പോക്കിൽ 7-ൽ 5 മത്സരമെങ്കിലും ജയിച്ചാൽ മാത്രമേ ഇവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ പറ്റൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ അവർ നേരിട്ടത് ചെപ്പോക്കിലെ ഈ സീസണിലെ 5ാമത്തെ തോൽവിയാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ളൊരു ഹോം റൺ അവർക്ക് ഉണ്ടായിട്ടില്ല. ഇനി മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോസ് നേടിയ പഞ്ചാബ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ബൗളിംഗ് ആണ് തിരഞ്ഞെടുത്തത്. ഇനി പിച്ച് കണ്ടീഷൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേവരെ നമ്മൾ ചെപ്പോക്കിൽ കണ്ടത് വെച്ച് നോക്കിയാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ബാറ്റിംഗ് സർഫസ് ആയിരുന്നു. എന്നാൽ ഇന്നിങ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ടാക്കിനെസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്നാൽ പിന്നീട് മത്സരം പുരോഗമിക്കും തോറും ബാറ്റിംഗ് കുറച്ചുകൂടി ഈസിയായി വന്നു. സെക്കൻഡ് ഇന്നിങ്സിൽ ഓഫ് കോഴ്സ് പിന്നെ ഡ്യൂ ഉണ്ടായിരുന്നു. ഇപ്പോൾ CSKയുടെ ബാറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ അവർ അത്യാവശ്യം വിയർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ആ ഒരു ഫേസിൽ അവർക്ക് നേടാൻ കഴിഞ്ഞത് 48 റൺസ് മാത്രമാണ്. 3 വിക്കറ്റും അവർക്ക് നഷ്ടപ്പെട്ടു. ഷെയ്ഖ് റഷീദ്, ആയുഷ് മാത്രേ, രവീന്ദ്ര ജഡേജ എന്നിവരുടെ വിക്കറ്റാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. ഇതിൽ ജഡേജ വന്നിട്ട് ഒന്ന് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് റൺ റേറ്റ് ഉയർത്താൻ നോക്കിയെങ്കിലും ഹർപ്രീതിന്റെ പന്തിൽ പുറത്താവുകയാണ് ചെയ്തത്. ഷെയ്ഖ് റഷീദിനായാലും ആയുഷ് മാത്രയ്ക്കായാലും വലിയൊരു കോൺട്രിബ്യൂഷൻ ഈ മത്സരത്തിൽ നടത്താൻ കഴിഞ്ഞില്ല. അർഷദീപിനാണ് ഷെയ്ഖ് റഷീദിന്റെ വിക്കറ്റ്, ആയുഷ് മാത്രയുടെ വിക്കറ്റ് മാർക്കോ യാൻസൺ ആണ്. ഇനി മിഡിൽ ഫേസിലേക്ക് വന്നപ്പോഴാണ് CSKയുടെ ഈ സീസണിൽ ഇതുവരെ സംഭവിക്കാത്ത ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ചേഞ്ച് നമ്മൾ കണ്ടത്. അതായത് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, CSKയുടെ ബാറ്റിങ്ങിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്ലേയിലും അവർ ഇന്റന്റ് ഇല്ല, എന്നാൽ പവർ പ്ലേയിൽ വിട്ടുകളയുന്ന റൺസ് എടുക്കാൻ മിഡിൽ ഓവേഴ്സിൽ അവർക്ക് കഴിയുന്നുമില്ല എന്ന്. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ അവർ മിഡിൽ ഓവേഴ്സിൽ എക്സലന്റ് ആയിട്ടാണ് കളിച്ചത്. അതിന്റെ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് സാം കറാനാണ്. ഇപ്പോൾ സാം കറിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സീസണിൽ പുള്ളി കളിച്ച മത്സരങ്ങളിലൊന്നും അത്ര ഫോം ആയിരുന്നില്ല. ബാറ്റ് കൊണ്ടായാലും ബോൾ കൊണ്ടായാലും കാര്യമായിട്ടൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ ഒരു എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. അതും ഡേവോൾഡ് ബ്രേവിസിനെ കൂട്ടുപിടിച്ചിട്ട് നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ല അറ്റാക്കിംഗ് ഷോട്ട്സ് കളിച്ചിട്ട് മിഡിൽ ഫേസിൽ റൺ റേറ്റ് ഉയർത്താനും കറനായി. ഇപ്പോൾ അവരുടെ പാർട്ണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 78 റൺസ് പാർട്ണർഷിപ്പാണ് ബ്രവിസുമായിട്ട് ചേർന്നിട്ട് കറൻ പടുത്തി ഉയർത്തിയത്. ബ്രവിസ് 26 മുതൽ 32 റൺസാണ് എടുത്തത്. എന്നാൽ ബ്രവിസിന്റെ പുറത്താകലിന് ശേഷവും സാം കറൻ തന്നെ ഇന്നിങ്സ് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. സാം കറൻ ഈ ഇന്നിങ്സിൽ 9 4-ഉം 4 6-ഉം അടക്കമാണ് 88 റൺസ് എടുത്തത്. ഒടുവിൽ മാർക്കോ യാൻസന്റെ പന്തിലാണ് സാം കറൻ പുറത്താവുന്നത്. സത്യത്തിൽ സെഞ്ചുറി അർഹിച്ച ഒരു ഇന്നിങ്സ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ മിഡിൽ ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ 86 റൺസാണ് സ്കോർ ചെയ്തത്. ഒരു 9.5 റൺ റേറ്റിൽ സ്കോർ ചെയ്യാൻ അവർക്കായി. CSKയുടെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ വളരെ നല്ലൊരു മിഡിൽ ഫേസ് ആയിരുന്നു. ഇനി ഡെത്ത് ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ 56 റൺസ് സ്കോർ ചെയ്തു. എന്നാൽ 6 വിക്കറ്റുകളാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. അതായത് സാം കറൻ മിഡിൽ ഓവേഴ്സിൽ ബിൽഡ് ചെയ്തൊരു ഫൗണ്ടേഷൻ മുതലാക്കാൻ കഴിയാതെ പോയി എന്ന് ഞാൻ പറയും. ഇപ്പോൾ സൺറൈസേഴ്സിനെതിരെ ഒരു 15 റൺസ് കൂടി അവർ എടുത്തിരുന്നെങ്കിൽ റിസൾട്ട് മറ്റൊന്നായെന്ന് ഞാൻ പറഞ്ഞു. ഇന്നലത്തെ മത്സരത്തിലും അവർ മിനിമം ഒരു 15-20 റൺസ് ഷോർട്ട് ആയിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് ചഹൽ എറിഞ്ഞ 19ാമത്തെ ഓവറാണ്. ആ ഓവറിൽ ഹാട്രിക് അടക്കം 4 വിക്കറ്റുകളാണ് ചഹൽ എടുത്തത്. വെറും 6 റൺസ് എടുക്കുന്നതിനിടയിലാണ് ഇവർക്ക് 5 വിക്കറ്റ് നഷ്ടമായത്. 184-ന് 5 എന്ന നിലയിൽ നിന്നും 190-ന് ഓൾ ഔട്ട് ആയി. അതും അവർ ഓൾ ഔട്ട് ആകുമ്പോൾ 4 ബോളുകൾ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവസാന 2 ഓവർ ഒരു 15-20 റൺസ് അധികം എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ മത്സരത്തിലും റിസൾട്ട് ചിലപ്പോൾ മറ്റൊന്നായനെ. ഇതേവരെ അവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന മിഡിൽ ഓവേഴ്സ് സാം കറാന്റെ മികവിൽ അവർ ബോസ് ചെയ്തപ്പോഴാണ് അവസാനം ഫിനിഷിംഗ് പാളിപ്പോയത്. അങ്ങനെ വന്നപ്പോഴേക്കും 200-ന് കടക്കുമായിരുന്ന ഒരു സ്കോർ 190-ന് ഒതുങ്ങി. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ചഹൽ തന്നെയാണ് പിക്ക് ഓഫ് ദ ബോളേഴ്സ്. 3 ഓവറിൽ 32 റൺസിന് 4 വിക്കറ്റ്. ആദ്യത്തെ 2 ഓവറിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടും അവസാന ഓവറിൽ ഹാർട്രിക് അടക്കം 4 വിക്കറ്റ് ഇട്ടു. പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ അർഷദീപും യാൻസനും 2 വിക്കറ്റ് വീതം ഇട്ടു. ഒമർ സായും ഹർപ്രീത് ബ്രാറും ഓരോ വിക്കറ്റ് വീതം ഇട്ടു. ചെപ്പോക്കിലെ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ലൊരു സ്കോറാണ് CSK പടുത്തുയർത്തിയതെങ്കിലും അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു 15-20 റൺസ് അവർ കുറച്ചാണ് എടുത്തത്. അവർക്ക് ആ കിട്ടിയ മിഡിൽ ഓവേഴ്സ് കിട്ടിയ ഒരു പുഷ് വെച്ചിട്ട് സുഖമായിട്ടൊരു 205 റൺസ് എടുക്കാമായിരുന്നു. എന്നാൽ അതിന് കഴിഞ്ഞില്ല. അത് പിന്നെ റിസൾട്ടിൽ ബാധിക്കുകയും ചെയ്തു. ഇനി പഞ്ചാബ് കിങ്സിന്റെ ചേസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ മികച്ച രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്കറിയാം, പ്രിയാൻ ഷാരി ആയാലും പ്രസിമ്രാൻ സിംഗ് ആയാലും നല്ല ഫോമിലുള്ള ബാറ്റേഴ്സ് ആണ്. അവർ ആ ഫോമിൽ തന്നെ നന്നായിട്ട് കളിക്കുകയും ചെയ്തു. ഇപ്പോൾ പവർ പ്ലേയിൽ 51 റൺസാണ് അവർ എടുത്തത്. CSK എടുത്തതിനേക്കാൾ 3 റൺസ് കൂടുതൽ എടുക്കുകയും ചെയ്തു. 2 വിക്കറ്റ് കുറച്ച് മാത്രമാണ് അവർക്ക് നഷ്ടമായത്. പ്രിയാൻ ഷാരി ആയാലും പ്രസിമ്രാൻ ആയാലും നല്ലൊരു തുടക്കമാണ് അവർക്ക് നൽകിയത്. പ്രിയാൻ ഷാരിയെ 15 പന്തിൽ 23 റൺസ് എടുത്തിട്ട് ഖലീൽ അഹമ്മദിന്റെ പന്തിൽ പുറത്തായി. പിന്നീട് ക്യാപ്റ്റനായ ശ്രേയസ് അയ്യർ ക്രീസിൽ വന്നു. ശ്രേയസ് അയ്യരും പ്രസിമ്രാൻ സിംഗോട് ചേർന്നിട്ട് മികച്ചൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തു. 2ാം വിക്കറ്റിൽ അവർ 72 റൺസാണ് കൂട്ടിച്ചേർത്തത്. പ്രസിമ്രാൻ 36 പന്തിൽ 54 റൺസാണ് എടുത്തത്. പിന്നെ ശ്രേയസ് അയ്യറിന്റെ ഇന്നിംഗ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 41 പന്തിൽ 72 റൺസ് എടുത്തു. മിഡിൽ ഓവേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ CSKയുമായിട്ട് ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ പഞ്ചാബ് കിങ്സിന്റെ ഭാഗത്തു നിന്ന് വന്നത്. പഞ്ചാബ് കിങ്സ് 88 റൺസാണ് മിഡിൽ ഓവേഴ്സിൽ എടുത്തത്. ഒരു വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. CSK ആ ഒരു സ്റ്റേജിൽ 86 റൺസ്, 2 റൺസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. വിക്കറ്റുകളെല്ലാം സെയിം ആയിരുന്നു. അപ്പോൾ മിഡിൽ ഓവേഴ്സിൽ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ ആയിരുന്നു. എന്നാൽ ഡെത്ത് ഓവേഴ്സ് വന്നപ്പോഴേക്കും പഞ്ചാബ് കിങ്സിനെ റെസ്ട്രിക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഫേസിൽ അവരുടെ കൂടുതൽ വിക്കറ്റുകൾ ഇടാനോ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന് കഴിഞ്ഞില്ല. 4 പന്ത് ബാക്കി നിൽക്കി അവർ ആ ഒരു സ്കോർ ചേസ് ചെയ്യുകയും ചെയ്തു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു ആസ്കിംഗ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവസാന 5 ഓവറിൽ ഒരു 10+ ഉണ്ടായിരുന്നു. എന്നാൽ 15 എറിഞ്ഞ 17ാമത്തെ ഓവറിൽ 20 റൺസാണ് പോയത്. ആ ഒരു ഓവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് ആ ഒരു പ്രഷർ ഇല്ലാതായി, ചേസ് എളുപ്പമായി.
അപ്പോൾ 14 പിന്നെ ശ്രേയസ് അയ്യറിന് വിക്കറ്റ് എടുത്തെങ്കിലും അപ്പോഴേക്കും ആ ഒരു ഡാമേജ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇപ്പോൾ ഇവരുടെ സ്പെല്ല് നോക്കിക്കഴിഞ്ഞാൽ 14 വീണ്ടും എക്സ്പെൻസീവായി. 4 ഓവറിൽ 45 റൺസ് കൊടുത്ത് 2 വിക്കറ്റ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാൽ അവരുടെ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് എന്ന നിലയിൽ ആ 17ാമത്തെ ഓവറിൽ പഞ്ചാബിനെ റെസ്ട്രിക്ട് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ റിസൾട്ട് ചിലപ്പോൾ മറ്റൊന്നായനെ. ഏറെക്കുറെ ഒരു സെയിം സ്റ്റേജിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ജയിച്ചത്. അവിടെ നരേൻ്റെ ഒരു എക്സലൻസ് സ്പെല്ലാണ് അവരെ വിജയിപ്പിച്ചത്. എന്നാൽ ആ ഒരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ ആരും ഇല്ലാതെ പോയി. പിന്നെ ബൗളിംഗ് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഖലീൽ അഹമ്മദ് 2 വിക്കറ്റ് എടുത്തു. രവീന്ദ്ര ജഡേജയും നൂർ അഹമ്മദും ഓരോ വിക്കറ്റ് ചെയ്താണ് എടുത്തത്. പിന്നെ പഞ്ചാബിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശശാങ്ക് സിംഗിൽ നിന്നൂടെ നല്ലൊരു കോൺട്രിബ്യൂഷൻ വന്നു. 12 പന്തിൽ 23 റൺസ് എടുത്തു. അപ്പോൾ ഒരു നൂർ അഹമ്മദിനെയൊക്കെ ഓവറിൽ ഒരു 6 ഒക്കെ അടിച്ചിട്ട് ആ ഒരു ആസ്കിംഗ് റേറ്റ് ഒന്നുകൂടെ കുറയ്ക്കാൻ ശശാങ്കിനായി. പിന്നീട് ബ്രവിസിന്റെ ഒരു എക്സലന്റ് ക്യാച്ചിലാണ് നമ്മുടെ ശശാങ്ക് നൂറിന്റെ ഓവറിൽ പുറത്താവുന്നത്. എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ ഹിക്കപ്സ് ഒന്നും ഇല്ലാതെ അവർ ആ സ്കോർ ചേസ് ചെയ്തു. ഈ ഒരു വിജയത്തോടെ 10 കളികളിൽ നിന്ന് 13 പോയിന്റുമായിട്ട് പഞ്ചാബ് കിങ്സ് പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്തേക്ക് കയറി. അവർ പ്ലേ ഓഫിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒഫീഷ്യലി എലിമിനേറ്റ് ആവുന്ന ആദ്യ ടീമായിട്ട് മാറി. അത് മാത്രമല്ല അവരുടെ ചരിത്രത്തിൽ തന്നെ ചെപ്പോക്കിൽ ഒരു സീസണിൽ 5 കളി തോൽക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതും സംഭവിച്ചു. ഇനി 4 മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അടുത്ത സീസണിലേക്കുള്ള ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കണ്ടെത്താനായിട്ട് ഒരു എക്സ്പെരിമെന്റ് ട്രൈ ചെയ്ത് നോക്കാം ഈയുള്ള മത്സരങ്ങളിൽ. അത് മാത്രമാണ് ഇനി CSKക്ക് ചെയ്യാനുള്ളത്. ഇനി ഈ മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച് എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരാണ്. വെൽ ഡിസേർവ്ഡ് ആണ്. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.